പുസ്തകം 54-1 വായിക്കുന്നു. ദൈവമേ, അങ്ങയുടെ നാമത്തിൽ എന്നെ രക്ഷിക്കണമേ, അങ്ങയുടെ ശക്തിയിൽ എനിക്ക് നീതി നടത്തി തരണമേ. ദൈവത്തിന്റെ നാമവും ദൈവത്തിന്റെ ശക്തിയും നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്രദാനം ചെയ്യുന്നതാണ് എന്ന് തിരിച്ചറിവോടെ നമ്മുടെ നിയോഗങ്ങൾ ഈ വിശുദ്ധത്തിലേക്ക് ചേർത്ത് വയ്ക്കും. ദൈവമാണ് എന്റെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന് നിദാനം എന്ന തിരിച്ചറിവോടെ തമ്പുരാനെ പ്രസാദിപ്പിക്കുവാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. എന്റെ വ്യക്തി ജീവിതത്തിൽ കൃപയേകണമേ എന്ന് നമുക്ക് നമ്മുടെ പരിശുദ്ധാത്മാവിനോട് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ചെയ്തുപോയ പാപങ്ങളെ ഓർത്ത് അനുസരിച്ച് ഏറ്റവും തീക്ഷ്ണതയോടെ ഈ വിശുദ്ധവരെ തമ്പുരാനെ നമുക്ക് പ്രവർത്തിക്കുകയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവിന്റെ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുവരുടെ ബലി അർപ്പിക്കാം. ശബ്ദ
വലിപ്പമുള്ളവരായി തീരുവാൻ വേണ്ടിയാണ്. അതിന് നാം നമ്മെ തന്നെ ശുചിവൽക്കരണത്തിലൂടെ മറ്റുള്ളവർ മുമ്പിൽ കടന്നു പോകേണ്ടതുണ്ട്. തമ്പുരാന്റെ മുമ്പിൽ ചിന്തിച്ചു നോക്കാം. എന്റെ വലിപ്പത്തെ ദൈവം അംഗീകരിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ അംഗീകാരം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ്? ഒത്തിരിയേറെ മറ്റുള്ളവർ അംഗീകരിക്കാത്തതിനെ കുറിച്ചൊക്കെ പരാതി പറയുന്നവരെല്ലാം ദൈവം അംഗീകരിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യന്റെ അംഗീകാരത്തിന്റെ ആവശ്യമില്ല എന്ന അറിവ് നമുക്ക് പങ്കിടുന്നതാണ്. ദൈവം എന്നെ അംഗീകരിക്കുന്നു. ആ ചിന്ത തമ്പുരാന്റെ മുമ്പിൽ ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ ചേർത്ത് വെച്ച് ഇന്നത്തെ ദിവസം നമുക്ക് ജീവിക്കാൻ പരിശ്രമിക്കാൻ. ദൈവം അംഗീകരിക്കുന്ന വ്യക്തിയാണ് ഞാൻ എങ്കിൽ മനുഷ്യന്റെ അംഗീകാരത്തിന് വേണ്ടി പരക്കം പറയാതിരിക്കാൻ സ്വന്തം ഉള്ളിലേക്ക് തമ്പുരാൻ തന്റെ ഹൃദയത്തിലുണ്ട് എന്ന തിരിച്ചറിവോടെ സ്വന്തം ഉള്ളിലേക്ക് ചുരുങ്ങാൻ. അപ്പോൾ ദൈവം നമ്മെ വലുപ്പമുള്ളവരാക്കി മാറ്റുന്നത് ജീവിതാനുഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അതിനുവേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ. ദൈവം അംഗീകരിക്കട്ടെ. മനുഷ്യൻ കാണുന്നത് അല്ല ദൈവം കാണുക, ദൈവം കാണുന്നത് നിന്റെ ഹൃദയമാണ്. ആമേൻ. സകലത്തിന്റെയും നാഥായ ദൈവം
തന്റെ സ്തുതികളായിരിക്കുവാൻ ദൈവത്തെ ശക്തനാകട്ടെ. എന്റെ സഹോദരങ്ങളെ, ഈ കുർബാനയുടെ പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. ദൈവപിതാവിന്റെ സ്നേഹമതും റൂഹാദിൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. പരിപൂർണ്ണ
കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കരങ്ങൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപോചനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്റെ കാസയെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപോചനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളെ നാമത്തിൽ വെച്ചുകൊടുപ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നിന്നോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമായ ഈ ദാസൻ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിക്കുവാൻ കഴിയാത്തതിന് അത്ര വലിയ കൃപാവാനെയും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഞങ്ങൾ നിയോഗങ്ങളിലും നൽകിയിരിക്കുന്നത് നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പഠിച്ചപ്പോൾ ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടലിൽ ശിക്ഷിച്ച് വിശദീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജയമാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയുകയും ചെയ്തു. നീ ഞങ്ങളുടെ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, ഭരണാചാര്യൻ, സാർവത്രിക സഭയുടെ ഭരണാധികാരിയുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജറാർച്ച് മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠപിതാവിന് വേണ്ടിയും അനുഗ്രഹാധ്യക്ഷനായ ജോർജ് മണ്ഡാപതിക്ക് വേണ്ടിയും എഴുപതാധ്യക്ഷൻ പിതാവായ മാർ ജീവസുദ്ധാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിത ആത്മായ പരീക്ഷിതർ വൈദിക വിദ്യാർത്ഥികൾ കുടുംബ ജീവിതക്കാർക്ക് വേണ്ടിയും എല്ലാ പ്രവാസികന്മാരുടെയും സിനിമാരുടെയും വ്യത്യസ്തരുടെയും വന്ദനരുടെയും ബഹുമാനത്തിന് വേണ്ടിയും ക്ലേശത്തിനും ദുഃഖിതനും ദരിദ്രനും പീഡിതനും രോഗികളുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെയും നമ്മുടെ നാട്ടിലെ പിടിപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടിയും അങ്ങയുടെ കാരണത്തെ പ്രത്യാശപൂർവ്വം കാത്തുനിൽക്കുന്ന ഈ ദൈവജനത്തിനു വേണ്ടിയും ഞങ്ങളുടെ വ്യക്തിപരമായ എല്ലാ പ്രാർത്ഥന നിയോഗങ്ങൾക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുവാൻ കടപ്പെടുന്നു. എല്ലാവരുടെ പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുന്നു. എല്ലാവരും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വേണ്ടിയും ഈ പരിശുദ്ധ കുർബാനയിൽ ദൈവം സൂചിപ്പിച്ചിരിക്കുന്ന ഓരോ വ്യക്തിപരമായ നിയോഗങ്ങൾക്ക് വേണ്ടിയും അയോഗ്യനായ വേണ്ടിയും കർത്താവേ, ഈ കുർബാന സ്വീകരിക്കണമേ. ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരത്തിന്മേൽ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ അങ്ങയുടെ ദിവസങ്ങളിൽ സംഗ്രഹിക്കുന്ന എല്ലാ പിതാക്കന്മാരുടെയും പാദസ്മരണ അങ്ങയുടെ ഓർമ്മയും സമൃദ്ധമായ സംസാരമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ എന്ന് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവനും അങ്ങയുടെ പ്രിയപ്പെട്ട ഈശ്വരസിദ്ധായ ഈശ്വരൻ ഉപവാസികളിൽ അവരുമായിട്ട് ഞങ്ങളുടെ കർത്താവും ദൈവവുമായ യേശുക്രിസ്തുവിന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സിദ്ധന്മാർ, രക്തസാക്ഷികൾ, വന്ദനന്മാർ, വേദപാരകന്മാർ, മുഖ്യന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകരും വിശുദ്ധമായ സജീവവും ജീവകാലമായ അധികാരത്താൽ പരിശുദ്ധ സന്താനങ്ങളെല്ലാവർക്കും ആവശ്യമായ വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചവരും എല്ലാ മനുഷ്യന്മാരുടെ കർത്താവെ, ഈ ദാസനും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ നാഥൻ രക്ഷകനുമായ ഈശോ
സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ എല്ലാവരും ഒന്നു ചേർന്ന് അങ്ങേ പ്രകാരം
Amen.
വളരട്ടെ. നല്ല ദിവസം നിങ്ങൾ ആശിച്ചിരുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോ